നാടകം കാണാനെത്തിയ സഹൃദയ സദസ്, സ്വാഗതം. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭാധനൻ വില്യം ഷേക്സ്പിയർ, വിശ്വസാഹിത്യകാരൻ. ഷേക്സ്പിയറിൻ്റെ വിശ്വവിഖ്യാത നാടകം ജൂലിയസ് സീസർ. ഈ നാടകത്തിൽ ഈ കാലഘട്ടത്തിനുള്ള പ്രസക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നാടകകൃത്തും സംവിധായകനുമായ ശ്രീ പി ജി ദാസ് സഹൃദയ സദസ് എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യ നാടക അവതരണമാണിന്ന്. ജൂലിയസ് സീസറിൻ്റെ രത്നചുരുക്കം രംഗത്ത് അവതരിപ്പിക്കുന്നു. അടുത്ത രംഗങ്ങൾ ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളുമായി ജൂലിയസ് സീസർ നാടകത്തെ ബന്ധപ്പെടുത്തുന്നു. സീസറായി വേഷമിടുന്നത് നാടകകൃത്തും സംവിധായകനുമായ ശ്രീ പി ജി ദാസ് ആണ്. ദയവായി നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിൽ ഇടുകയോ ഓഫാക്കുകയോ ചെയ്യുക. അവതരണ ഗാനത്തോടെ നാടകം ആരംഭിക്കാം. സാർത്ഥകമാം സ്വാഗതഗാനം തേടുക നാം തേരിറങ്ങും താരകളായി സാഹിതി തൻ സൗഭഗമാം സൂര്യപരാഗം ഭാരതത്തിൻ ഭാവുകമാം ഭാവനയുടെ മണ്ണിൽ പണ്ടേ കൊളുത്തി വച്ചൊരു കൈവിളക്കേ സാഹിതി സാഹിതി സ്നേഹഗാഥയായി സ്വരാക്ഷരങ്ങളായി സാഹിതി 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 ജാതിഭേദഭാവമില്ലാതെ ഒരാത്മബന്ധമോടെയൊന്നു ചേരും ഒരേ മനസ്സു കോർത്ത സാഹിതി സാഹിതി. റോമാ സാമ്രാജ്യം BC 44. യുദ്ധങ്ങൾ വിജയിപ്പിച്ച് പല രാജ്യങ്ങളും കീഴടക്കി റോമാ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് മടങ്ങുന്ന സീസറെ ജനങ്ങൾ രാജാവായി വാഴിക്കാൻ തീരുമാനിക്കുന്നു. സീസർ രാജാവായാൽ രാജ്യത്തിന്റെ ജനാധിപത്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന സീസറിന്റെ ഉറ്റമിത്രമായ മാർക്കസ് ബ്രൂട്ടസ് എതിർക്കുന്നു. സീസറിനെ വകവരുത്താൻ കാത്തിരിക്കുന്ന കാഷ്യസ്, സിസേറോ എന്നിവർ ബ്രൂട്ടസിനെ വശീകരിക്കുകയും സീസറെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. സീസറിന്റെ മറ്റൊരു ഉറ്റമിത്രമായ അന്റോണിയസ് ആണ് സീസറെ രാജാവാക്കാൻ മുൻകൈയെടുക്കുന്നത്. ദേ അവർ വരുന്നു, റോമാ പൗരന്മാരെ അഭിസംബോധന ചെയ്യാൻ. സീസർ Antonius. Brutus.
ഭാര്യ കൽപൂർണിയ. ഇനി ഞാനിവിടെ നിൽക്കുന്നത് പന്തികേടല്ലേ? പ്രിയമുള്ള റോമാ പൗരന്മാരെ, നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് മുന്നിൽ ഞാനിതാ ശിരസ് നമിക്കുന്നു. റോമാ സാമ്രാജ്യം ലോകമെങ്ങും വ്യാപിക്കുകയാണ്. സീസറിന്റെ പ്രിയ സ്നേഹിതന്മാരായ അന്റോണിയോസും ബ്രൂട്ടസും എന്നോടൊപ്പം നിലകൊള്ളുന്നു എന്നത് എന്റെ ധൈര്യം വർദ്ധിപ്പിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതൻ അന്റോണിയോസ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രിയമുള്ള റോമാ പൗരന്മാരെ, മഹാനായ സീസറെ പ്രശംസിക്കാനല്ല എന്റെ ഈ വാക്കുകൾ. പ്രശംസ ഇഷ്ടപ്പെടാത്ത ആളാണ് സീസർ. സീസർ മഹാനായ യോദ്ധാവാണ്. സീസറേക്കാൾ ശക്തനായ യോദ്ധാവായി ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതിൻ്റെതായ അഹങ്കാരം അദ്ദേഹത്തിനില്ല എന്ന് ആ മുഖത്ത് നോക്കിയാൽ അറിയാം. സീസർ മഹാനാണ്, പ്രശംസ ഇഷ്ടപ്പെടാത്തവനാണ്. തിന്മ ചെയ്യുന്ന ഭരണാധികാരിയുടെ യശസ് മരണാനന്തരം നിലനിൽക്കില്ല. എന്നാൽ സീസറിന്റെ യശസ് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സീസർ മഹാനാണ്, ശ്രേഷ്ഠനാണ്, പ്രശംസ ഇഷ്ടപ്പെടാത്തവനാണ്. പാവപ്പെട്ടവർ കരയുമ്പോൾ സീസർ കരയുന്നു. ദുർമോഹം ലവലേശമില്ലാത്തവനാണ് സീസർ. റോമൻ ജനതയ്ക്ക് കിട്ടിയ വരദാനമാണ് സീസർ. സീസർ മഹാനാണ്, ശ്രേഷ്ഠനാണ്, പ്രശംസ ഇഷ്ടപ്പെടാത്തവനാണ്. ഇനി റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി സീസർ ആയിരിക്കും. സീസറിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ സുഹൃത്ത് ബ്രൂട്ടസ് എന്താ മൗനം? സീസർ! ആരാണ് വിളിക്കുന്നത്? ജനക്കൂട്ടത്തിൽ നിന്നും ആരാണ് എന്നെ വിളിച്ചത്? സീസർ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇന്ന് മാർച്ച് 15 സൂക്ഷിച്ചുകൊള്ളുക. മാർച്ച് 15 സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ജ്യോതിഷക്കാരന്. അയാൾ വിവരദോഷിയാണ്. ഭയം എന്താണെന്ന് അറിയാത്തവരാണ് സീസർ. ഇന്ന് ദുസൂചനയുടെ ദിവസമാണ്, സൂക്ഷിക്കുക. കാഷ്യസ്, ശ്രേഷ്ഠനായ സീസർ, എന്താണ് ആ ദുസൂചന? ഈ കാഷ്യസ് പണ്ഡിതനല്ല, പണ്ഡിതനും ബുദ്ധിമാനുമായ ബ്രൂട്ടസ് ഇവിടെയുള്ളപ്പോൾ. ബ്രൂട്ടസ്, അന്റോണിയോസ് എന്നെ കുറിച്ച് റോമ പൗരന്മാരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. അങ്ങേക്കും എന്നെ കുറിച്ച് അവരോട് സംസാരിക്കാം. അങ്ങ് പ്രശംസ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് അന്റോണിയസ് പറഞ്ഞത്. പക്ഷേ അന്റോണിയസിന്റെ ഓരോ വാക്കും അങ്ങയെക്കുറിച്ചുള്ള പ്രശംസയായിരുന്നു. താങ്കൾ അത് ആസ്വദിക്കുകയായിരുന്നു. പ്രഭു, ഈ ബ്രൂട്ടസ് അങ്ങെ പരിഹസിക്കുകയാണ്. ഇല്ല കൽപൂർണിയ, ബ്രൂട്ടസ് എന്റെ പ്രിയ സുഹൃത്താണ്. എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും അവകാശമുള്ളവൻ. എന്നേക്കാൾ ശക്തനായ യോദ്ധാവും ബുദ്ധിമാനുമാണവൻ. പറയൂ ബ്രൂട്ടസ്. പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണാധികാരിയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പുകഴ്ത്താൻ കഴിയാത്തവർ ഭരണാധിപൻ അഭിമതനാകും. സീസറിന് ബ്രൂട്ടസ് സുഹൃത്താണ്, എന്നും എപ്പോഴും. തുടരാം. എങ്കിൽ ബ്രൂട്ടസിന്റെ അഭിപ്രായം ഇതാണ്: റോമാ സാമ്രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ വരാൻ പാടില്ല. അത് റോമൻ ജനതയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള തീരുമാനമായിരിക്കും. പറയൂ ബ്രൂട്ടസ്. സീസർ, താങ്കൾ ഇപ്പോൾ ജനങ്ങളുടെ ആരവത്തിൽ സ്വയം മറന്നു നിൽക്കുകയാണ്. അങ്ങയെ രാജാവായി വാഴിക്കാൻ ആന്റോണിയോസ് ഉൾപ്പെടെയുള്ള പാദസേവകർ തീരുമാനിക്കുന്നു. ബ്രൂട്ടസ്, അന്റോണിയോസ് നിന്നെ പോലെ തന്നെ എനിക്കൊരു സുഹൃത്താണ്, പാദസേവകനല്ല. പാദസേവയുടെ പേരിൽ സീസർ ധർമ്മം വെടിയുന്നു എന്നല്ലേ നീ പറഞ്ഞതിനർത്ഥം? ഞാൻ പറഞ്ഞില്ലേ, ബ്രൂട്ടസ് അങ്ങെ പരിഹാസം കൊണ്ട് പ്രഹരിക്കുകയാണ്. സത്യം പറഞ്ഞപ്പോൾ അങ്ങ് ആക്രോശിക്കുന്നു. ബ്രൂട്ടസിനോട് അങ്ങയുടെ പത്നിയും കുപതിയായിരിക്കും. ഇത് ഭയന്ന് ബ്രൂട്ടസ് സീസറെ പ്രകീർത്തിക്കില്ല, സത്യം പറയാതിരിക്കുകയുമില്ല. അങ്ങ് രാജാവാകുന്നതോടെ റോമാ സാമ്രാജ്യത്തിന്റെ നാശം ആരംഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രൂട്ടസ്, നീ എന്താണ് സീസറെ കുറിച്ച് കരുതിയിരിക്കുന്നത്? സീസർ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. അത് ഈ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി, റോമൻ പൗരന്മാർക്ക് വേണ്ടി. സീസർ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിലുപരി ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. പ്രഭു, വരിക. ബ്രൂട്ടസിനെ അങ്ങ് വിശ്വസിക്കരുത്. ഇല്ല കൽപൂർണിയ. ബ്രൂട്ടസ്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നിന്നെ വേദനിപ്പിച്ചതിന്. ബ്രൂട്ടസ് എന്നും മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നവനാണ്. നിനക്ക് തെറ്റുപറ്റിയെന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിലൂടെ ഞാൻ തെളിയിക്കും. സീസർ ധർമ്മിഷ്ഠനാണ്. ഏതൊരു പ്രകമ്പനം കൊണ്ടും കാലിളകാത്ത നിലപാട് സൂക്ഷിക്കുന്ന ഒരാളെ മാത്രമേ എനിക്കറിയൂ.
അത് ഞാൻ തന്നെയാണ്. വരൂ കൽപൂർണിയ. പ്രിയ ബ്രൂട്ടസ്, പലരും ബ്രൂട്ടസിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രേഷ്ഠനായ ബ്രൂട്ടസ്. കാഷ്യസ്, നിങ്ങൾ എന്നെ ഏത് അപകടത്തിലേക്കാണ് നയിക്കുന്നത്? അങ്ങേക്കുള്ള ഭയം തന്നെയാണ് എന്നെയും നയിക്കുന്നത്. സീസർ രാജാവായാൽ സീസറെ പോലെ തന്നെ സ്വതന്ത്രനായാണ് ഞാനും ജനിച്ചത്. അയാൾ ഭീരുവാണ്. സീസർ ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുന്നു. പാർലമെന്ററി മോഹിയാണ് അയാൾ ആൾ ദൈവമാവുകയാണ്. അത് അപകടമാണ്. അധികാര കൊതി അതിൻ്റെ പ്രാരംഭത്തിൽ വിനയമായിരിക്കും. അത് ജനങ്ങൾ അറിയുന്നില്ല. അയാൾ ഇങ്ങനെ പടർന്നു പന്തലിച്ചാൽ സെനറ്റ് നോക്കുകുത്തിയാകും. എന്നെ സംബന്ധിച്ചിടത്തോളം സീസറെ എതിർക്കാൻ വ്യക്തിപരമായ കാരണങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ രാജാവായാൽ ആ നിമിഷം അയാൾക്കൊരു വിഷപ്പല്ല് വെച്ച് പിടിപ്പിക്കലാകും. ജനങ്ങൾക്കും എതിർക്കുന്നവർക്കുമെതിരെ അത് പ്രയോഗിക്കും. പ്രിയ ബ്രൂട്ടസ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജലപ്രളയത്തിനു ശേഷം ഇന്ന് വരെ ഏതെങ്കിലും കാലഘട്ടം ഒറ്റ മനുഷ്യന്റെ മാത്രം പ്രഭാവത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? റോമ സാമ്രാജ്യത്തിന്റെ 4 കോട്ടകൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ മാത്രം പ്രതാപം നിലനിന്നിരുന്ന കാലഘട്ടം പറയാനാകുമോ? കാഷ്യസ്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തെ ഞാൻ സംശയിക്കുന്നില്ല. എന്തിലേക്കാണ് എന്നെ നിങ്ങൾ നയിക്കുന്നതെന്ന് ഏതാണ്ട് ഊഹിക്കാനും കഴിയുന്നുണ്ട്. കാസ്കോ, അറിഞ്ഞോ, സെനറ്റർമാർ സീസറെ രാജാവായി വാഴിക്കാൻ പോകുന്നു. എങ്കിൽ എന്റെ കഠാര എവിടെ ഒളിപ്പിക്കണമെന്ന് എനിക്കറിയാം. കാഷ്യസിനെ അടിമത്വത്തിൽ നിന്നും കാഷ്യസ് തന്നെ മോചിപ്പിക്കും. എന്തു തീരുമാനമെടുത്താലും ഈ കാസ്കോ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മഹാനായ ബ്രൂട്ടസ് നമ്മോടൊപ്പം ഉണ്ടാവുമോ? ഞാൻ ഉണ്ടാകും. സീസർ എന്റെ ആത്മമിത്രമാണ്. ഞാൻ സീസറെ സ്നേഹിക്കുന്നു. അതിലുപരി ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തിന് സീസറുടെ ജീവൻ അപകടമാണ്. നമ്മുടെ ഒക്ടോവിയസ് അന്റോണിയസിനെ തന്ത്രപൂർവ്വം മാറ്റുകയാണ്. സീസർ വരുന്നുണ്ട്. കാസ്കോ, നീ ആദ്യം കൈവെക്കണം. കാസ്കോ, കാഷ്യസ്, സീസറിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ബ്രൂട്ടസ്, വരൂ, നമുക്ക് സെനറ്റ് ആരംഭിക്കാം.
സുഹൃത്തെ, നിനക്കെന്നെ കൊല്ലാമെങ്കിൽ ഞാനിതാ മരിച്ചു വീഴുന്നു.